രസപ്പൊടിയൊന്നും ചേർക്കേണ്ട നല്ല രുചികരമായിട്ടുള്ള രസം തയ്യാറാക്കിയാലോ? വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു പഴുത്ത തക്കാളി, 6 ചെറിയ ഉള്ളി, 10-15 വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, കായം, കുറച്ച് പുളി. ആദ്യം പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുക്കാം. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുരുമുളകൊന്ന് ചതച്ചെടുക്കാം. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവായും ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുരുമുളക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം രസം റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം എടുക്കാവുന്നതാണ്.